ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ. അതെ, രാവിലെ എൻ്റെ പിള്ളേർ എന്നോട് പറയണേ, മമ്മി പിന്നെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് കയറിയിരുന്ന് കഥയും പറഞ്ഞുകൊണ്ടിരുന്നാൽ വീഡിയോ ഒന്നും റണ്ണങ്ങ് ആകത്തില്ല, ആക്റ്റീവ് ആജാവോ ആക്റ്റീവ്. അപ്പോൾ ഞാനും ഓർത്ത് ശരി ആക്റ്റീവ് ആയേക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴുണ്ടല്ലോ, ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാണ്, ഞങ്ങളുടെ സ്വന്തമൊന്നുമല്ല, റെൻറ്റിനാണ്. ഇത് വേറൊരു ആൾക്കാർ താമസിക്കുന്നതാണ്. ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് 2 വീടുണ്ട്. ഒന്ന് അവർ പ്രിൻസിപ്പൾ അവരുടെ താമസിക്കുന്നത്, ഒന്ന് അവർ താമസിക്കുന്നതും ഇത് ഞങ്ങളുടെ വീടുമാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് 2 വീടുണ്ട്, ചേട്ടൻ്റെ അനിയൻ്റെ 2 പേരുടെ വീട്. അതുകൊണ്ട് ഈ 2 വീടുണ്ട് ഇവിടെ. ഇത് ഇപ്പോൾ ഇത് വരാന്തയാണ്. ഞാൻ ഇവിടെ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വാഴക്കൊല ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. പിന്നെ മോട്ടർ അടിക്കാനായിട്ട് ഇവിടെ കുഴൽക്കിണറുണ്ട്, കുഴൽക്കിണർ. അതിനകത്തുനിന്ന് വെള്ളം അടിച്ച് ടാങ്കിനകത്തോട്ട് ഇടും. പിന്നെ ഇത് വരാന്ത. ഇത് ഞങ്ങളുടെ ഹോളാണ്. ഞങ്ങൾക്ക് വലിയ ഫർണിച്ചറൊന്നുമില്ല വീട്ടിൽ, എല്ലാം അങ്ങ് സുരുട്ടി കിടക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കാനാജിയുണ്ട്, ശിവഭഗവാനുണ്ട്, പിന്നെ ഹനുമാൻജിയുണ്ട്, എല്ലാ ഭഗവാന്മാരും ഉണ്ട്. പിന്നെ നിങ്ങളെന്തിനാ ഒളിച്ചോടി പോകുന്നു? ഒന്ന് നിൽക്കുക ഫ്രണ്ടിൽ. ഇത് ഞങ്ങളുടെ ഹോളാണ് കേട്ടോ. ഹോള് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുക്കളയാണ്. ഇതാണ് എൻ്റെ അടുക്കള. ശരിക്കും വെട്ടമില്ലെന്ന് തോന്നുന്നു. ഇത് അടുക്കളയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയയുണ്ട്. ഇവിടെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ വെക്കുന്നതാണ്. വെള്ളം വെക്കുന്ന പാത്രവും തുണി ഇടുന്നതും അതും ഇതുമൊക്കെ വെക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വലിയൊരു ഹോളുണ്ട്. ഇവിടെ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചിടുന്ന സ്ഥലമാണ്. പിന്നെ ഇതുവഴി മുകളിലോട്ട് സ്റ്റെപ്പുണ്ട്, ടെറസിൻ്റെ മുകളിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആണ് എൻ്റെ 2 പുത്രിമാരുടെ ബെഡ്റൂമാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും കാണിക്കത്തില്ല. എത്ര വൃത്തിയാക്കിയിട്ടാലും വൃത്തികേടായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇവർക്കൊരു ബാത്റൂമൊക്കെ ഉണ്ട് ഇവിടെ. ഈ മുറി എത്ര വൃത്തിയാക്കിയാലും 5 മിനിറ്റത്തേക്കിന് രാവിലെ ഞാൻ തൂത്തുവാരിയെല്ലാം വൃത്തിയാക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റേ ഇവിടെ വൃത്തിയായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം കാണിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതുവഴി ഇങ്ങോട്ട് വരുമ്പോൾ പുറത്തോട്ട് കിടക്കാം. പുറത്തോട്ട് കിടക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന വീട്. ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന കേട്ടോ, സ്വന്തം വീടൊന്നുമല്ല കേട്ടോ. ഓക്കെ, ബൈ.